ഡിയർ ഓൾ, ഈ സെഗ്മെൻറ്റിൽ ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ പ്രൂഫ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. സി ദ സ്റ്റേറ്റ്മെൻറ്റ്. Given integers a and b, where b is positive integer, there exist unique integers q and r such that a equal to qb plus r 0 less than or equal to r less than b. ഓക്കെ, അപ്പോൾ എ ബി എന്ന രണ്ട് ഇൻറ്റിജേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ എ എന്ന് പറയുന്നത് ഏത് ഇൻറ്റിജറുമാകാം, പോസിറ്റീവോ നെഗറ്റീവോ സീറോയോ ഏത് വേണമെങ്കിലും ആകാം. പക്ഷേ ബി എന്ന് പറയുന്ന ഇൻറ്റിജർ പോസിറ്റീവ് ആയിരിക്കണം. സോ കറസ്പോണ്ടിങ് ടു ദിസ് പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് ദർ എക്സിസ്റ്റ് അനദർ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് ക്യൂ ആൻഡ് ആർ സാറ്റിസ്ഫൈങ് ദിസ് റിലേഷൻ. ഈ എയെ ക്യൂ ടൈംസ് ബി പ്ലസ് ആർ എന്ന് എഴുതാം, വേർ ആർ ഈസ് 0 ലെസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് ബി. ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് ബി. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി എന്ന് പറയുമ്പോൾ ആറിൻ്റെ വാല്യൂ ഏതൊക്കെ വരാം? ആർ ക്യാൻ ബി 0 വരാം, 1 വരാം, 2 വരാം, അപ് ടു ബി മൈനസ് 1 വരെ വരാം. കാരണം ലെസ് ദാൻ ബി എന്ന് പറയുന്നത്, ആൻഡ് ആർ ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ ആറിൻ്റെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഇതാണ്. ഓക്കെ, അതായത് എയെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻ്റ് ആണ് ക്യൂ, remainder ആണ് r. Okay, here q is called the quotient and r is called the remainder obtained when a is divided by b. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. പ്രൂഫിൽ രണ്ട് പാർട്ടുണ്ട്. സി ദർ എക്സിസ്റ്റ് യുണീക്ക് ഇൻറ്റിജേഴ്സ്. അപ്പോൾ രണ്ട് പാർട്ടുണ്ട്. ആദ്യം എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യണം. ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എയും ബിയും ഒരു പെയർ ഓഫ് ഇൻറ്റിജേഴ്സേ ഉള്ളൂ. ബി പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എ ഒരു ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് ക്യൂ മാറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ആദ്യം കാണിക്കണം. അപ്പോൾ ആദ്യത്തെ പാർട്ട് ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ക്യൂ ആർ ഇൻറ്റിജേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന എക്സിസ്റ്റൻസ് പാർട്ടാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് കാണിക്കേണ്ടത് യുണീക്ക് ഇൻറ്റിജേഴ്സ് ആണ്. ഈ ക്യൂ മാറും. ഈ ക്യൂ മാറും ഒരേ ഒരു പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് മാത്രമേ ഒരു ഗിവൺ എ ആൻഡ് ബിക്ക് ഈ റിലേഷൻ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ എക്സിസ്റ്റ് ചെയ്യൂ എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ കാണിക്കേണ്ട പാർട്ട്. നമ്മൾ മാത്തമാറ്റിക്സിൽ ഒരുപാട് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറംസ് നിങ്ങൾ ഇനിയും കാണും, ഭാവിയിൽ ഇനിയും കാണും. പല ഏരിയയിലും എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറംസ് കാണും. നമ്പർ തിയറിയിലെ പ്രധാനപ്പെട്ട ഒരു എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറമാണ് നമ്മുടെ ഡിവിഷൻ അൽഗോരിതം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫിലെ ആദ്യം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ഇതിൻ്റെ എക്സിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, സോ എക്സിസ്റ്റൻസ് പാർട്ടാണ് ആദ്യം ചെയ്യേണ്ടത്. സോ വാട്ട് ആർ ഗിവൺ എ ഈസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, ഒരു ഇൻറ്റിജർ തന്നിട്ടുണ്ട്, ആൻഡ് ബി ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ബി ബിലോങ്സ് ടു സെഡ് പ്ലസ്. സെഡ് പ്ലസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഓർ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, വി വാണ്ട് ടു ഷോ ദാറ്റ് ദർ എക്സിസ്റ്റ് ഇൻറ്റിജേഴ്സ് ക്യൂ ആൻഡ് ആർ സാറ്റിസ്ഫൈങ് ദിസ്. അതാണ് നമുക്ക് ആദ്യം കാണിക്കേണ്ടത്. സോ എക്സിസ്റ്റൻസ് പാർട്ടാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, വി ആർ പ്രൂവിങ് എക്സിസ്റ്റൻസ് പാർട്ട് ഫസ്റ്റ്. Okay, we need to show that there exist integers q and r satisfying this relation. നോക്കൂ, ഇവിടെ എ ക്യൂ ടൈംസ് ബി പ്ലസ് ആർ എന്ന് എഴുതുന്ന രീതിയിൽ ക്യൂ മാറും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി ഐ കൺസിഡർ ദ സെറ്റ് ഒരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു. ആ സെറ്റിനകത്തുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയുടെ മൾട്ടിപ്പിൾസ് സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, എ മൈനസ് എക്സ് ബി ഈ രൂപത്തിലുള്ള ഇൻറ്റിജേഴ്സാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഈ രൂപത്തിലുള്ള എല്ലാ ഇൻറ്റിജേഴ്സിനെയും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഈ രൂപത്തിലുള്ള നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിനെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് ഒരു ഇൻറ്റിജറാണ്, എക്സ് ബിലോങ്സ് ടു ഇസെഡ്, ആൻഡ് ദിസ് എ മൈനസ് എക്സ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അതായത് എ ബി ഈ രണ്ട് ഇൻറ്റിജേഴ്സ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള ഇൻറ്റിജേഴ്സാണ്. എയിൽ നിന്ന് ബിയുടെ മൾട്ടിപ്പിൾസ് സബ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന ആ ഇൻറ്റിജറാണ് നമ്മൾ എസ്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ കിട്ടുന്ന എല്ലാ ഇൻറ്റിജേഴ്സും ഇല്ല, നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ എ എന്ന് പറയുന്നത് 25ഉം ബി എന്ന് പറയുന്നത് ഒരു 3യുമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഇൻറ്റിജേഴ്സ് ഏതൊക്കെയായിരിക്കും? 25ലും 3യുടെ മൾട്ടിപ്പിൾസ് സക്സസീവായിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സക്സസീവ് ഡിഫറൻസുകളാണ് നമ്മൾ എടുക്കുന്നത്, അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ 25 തന്നെ വരും. എക്സ് ഏത് ഇൻറ്റിജറും ആവാമല്ലോ. എക്സിന് 1 കൊടുക്കുമ്പോഴോ 25 മൈനസ് 3, അതായത് 22. ഓക്കെ, എക്സിന് 2 കൊടുക്കുമ്പോൾ 25 മൈനസ് 6, അതായത് 19. പിന്നെ നമുക്ക് 16 കിട്ടും, പിന്നെ 13 കിട്ടും, പിന്നെ 10 കിട്ടും, ശേഷം നമുക്ക് 7 കിട്ടും. 7 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കിട്ടുന്നത് 4 ആയിരിക്കും.
ഓക്കെ, 4 കഴിഞ്ഞാൽ പിന്നെ 1 ആയിരിക്കും. ഓക്കെ, 1 കഴിഞ്ഞാലോ വീണ്ടും 3യുടെ മൾട്ടിപ്പിൾ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ -2ലേക്ക് എത്തും. ഈ സീക്വൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. -2, -5 ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. എ 25ഉം ബി 3യുമായിട്ട് എടുക്കുമ്പോൾ a-xb രൂപത്തിലുള്ള ഇൻഡിജേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഈ കളക്ഷനിൽ നമ്മൾ ഏത് മാത്രമേ എടുക്കുന്നുള്ളൂ? നോൺ നെഗറ്റീവ് ആയിട്ടുള്ളവർ മാത്രമേ എടുക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2, -5 ഇവരെയൊന്നും നമ്മൾ എടുക്കുന്നില്ല, ഇവരൊന്നും നമ്മൾ എടുക്കില്ല. അപ്പോൾ a = 25, b = 3 ആകുമ്പോൾ നമ്മുടെ എസ് എന്ന് പറയുന്നത് ഇത്ര ആൾക്കാരെ വരുള്ളൂ. 1, 4, 7, 10, 13, 16, 19, 22, 25 ഇത്ര ആൾക്കാരാണ് ഇതിനകത്ത് വരിക. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാംപ്ലിഫൈ ചെയ്താണ് ഈ സെറ്റിനകത്ത് ആരൊക്കെ വരിക എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. അപ്പോൾ എന്താ ചെയ്തത്? നമ്മുടെ കയ്യിൽ എയും ബിയും ഉണ്ട്. ആ എ ബി എന്ന് പറയുന്ന ഈ പെയർ ഓഫ് ഇൻഡിജേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടാക്കി. ഈ കളക്ഷനിലുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിജേഴ്സാണ്. എങ്ങനെയുള്ള ഇൻഡിജേഴ്സ്? നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സാണ്. എങ്ങനെയുള്ള നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സാണ്? a-xb എന്നുള്ള രൂപത്തിലുള്ള നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ്. അതായത് എയിൽ നിന്ന് ബിയുടെ മൾട്ടിപ്പിൾസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻഡിജേഴ്സ്. എങ്ങനെയുള്ള ഇൻഡിജേഴ്സ്? നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഡിജേഴ്സ്. ഓക്കെ, സോ ക്ലിയർലി ദിസ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതൊരു നോൺ എംപ്റ്റി, ഇതിനകത്ത് മെമ്പേഴ്സ് ഉണ്ട്, ഇതൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് ആണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്? കാരണം ഇത് ഹോൾ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നോൺ എംപ്റ്റി ആണെങ്കിൽ നമുക്ക് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഹോൾ നമ്പേഴ്സ് സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് ഒരു വെൽ ഓർഡേർഡ് സെറ്റാണ്. ഓക്കെ, സോ വി ക്ലെയിം ദാറ്റ് ദിസ് ഇസ് എ നോൺ എംപ്റ്റി subset. Okay, so we claim that S is non-empty. ഈ ക്ലെയിം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. പ്രൂഫ് ഓഫ് ക്ലെയിം എസ് നോൺ എംപ്റ്റി ആണെന്ന് കാണിക്കണം. എസ് നോൺ എംപ്റ്റി ആണെന്ന് കാണിക്കാൻ എസിനകത്ത് ഒരു മെമ്പറെങ്കിലും ഉണ്ടെന്ന് കാണിക്കണം. എസിനകത്തുള്ള മെമ്പേഴ്സിനെ നമുക്കൊന്നുകൂടെ നോക്കാം. എസിനകത്തുള്ള മെമ്പേഴ്സ് ഈ രൂപത്തിലുള്ള മെമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ നോക്കൂ, എക്സ് 0 ആണെങ്കിൽ അത് എ എന്ന് പറയുന്ന ഇൻറ്റിജറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ എ എന്നുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ, എക്സ് = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഉണ്ടാകും. ആ എ ഇതിനകത്ത് തന്നെ ഉണ്ടാകും, ബിക്കോസ് എ പോസിറ്റീവ് ആണെങ്കിൽ. പക്ഷേ എ പോസിറ്റീവ് ആണെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല, കാരണം ഗിവൺ ഇൻഡിജേഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എ എന്ന് പറയുന്നത് ഏത് ഇൻഡിജറും ആകാം. ബി പക്ഷേ പോസിറ്റീവാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് സാധ്യതകൾ പരിഗണിക്കാം. എക്ക് ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ 0 അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്കിവിടെ രണ്ട് കേസായിട്ട്, ഇവിടെ കേസ് ബൈ കേസായിട്ട് ഇതിന് നമുക്ക് ആർഗ്യുമെൻറ്റ് കൊടുക്കാം. സോ വി കൺസിഡർ two cases. Okay, we consider the following cases. Case 1, a is greater than or equal to 0. ഒരു സാധ്യത a നോൺ നെഗറ്റീവ് ആകാം. രണ്ടാമത്തെ സാധ്യത എ നെഗറ്റീവ് ആകാം. മൂന്നാമതൊരു സാധ്യത ഇല്ലല്ലോ. ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ സാധ്യതകളും എക്ക് കൊടുത്തു. എ ഒരു ഇൻറ്റിജറാണ്, എ ഇസ് എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ എന്നുള്ള കേസാണ് ആദ്യത്തെ കൺസിഡർ ചെയ്യുന്നത്. എ നെഗറ്റീവ് ഇൻറ്റിജർ ആണ് എന്നുള്ളത് രണ്ടാമത് കൺസിഡർ ചെയ്യുന്നു. കേസ് 1ൽ if a greater than or equal to 0, then we have this a can be written as a minus 0 times b, which is of the form a minus xb, okay, and is greater than or equal to 0, right? And is greater than or equal to 0. ശരിയല്ലേ? എന്തുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0? ബിക്കോസ് ദിസ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. സോ ദിസ് മീൻസ് ദാറ്റ് എ ബിലോങ്സ് ടു എസ്. ഓക്കെ, എ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? അപ്പോൾ എസിനകത്ത് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ എ തന്നെ നമുക്ക് എസിനകത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് എസ് നോൺ എംപ്റ്റി ആയിരിക്കും. ഇനി എ നെഗറ്റീവ് ആണെങ്കിലോ? കേസ് 2 ഇഫ് എ ഈസ് നെഗറ്റീവ്, എ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് ബി എന്ന് പറയുന്ന ഇൻറ്റിജർ ഉണ്ടല്ലോ. വി ഹാവ് ഗിവൺ ദാറ്റ് ബി ഈസ് ഗ്രേറ്റർ ദാൻ 0. ബി ഈസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, ബി ബിലോങ്സ് ടു z പ്ലസ്. ഓക്കെ, ബി ബിലോങ്സ് ടു z പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, റൈറ്റ്? കാരണം z പ്ലസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതലാണല്ലോ. അപ്പോൾ ബി ഈക്വൽ ടു 1, 2, 3 അങ്ങനെയുള്ള ഇൻറ്റിജേഴ്സാണ്. ഓക്കെ, സോ ഇവിടെ ഞാനൊരു കാര്യം ചെയ്യുന്നു. രണ്ട് ഭാഗത്ത് മോഡ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ എന്ന് പറയുന്നത് നെഗറ്റീവാണ്,
മോഡ് എ പക്ഷേ പോസിറ്റീവ് ആണല്ലോ. സോ മോഡ് എ കൊണ്ട് രണ്ട് ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി മാറില്ല. സോ മോഡ് എ ടൈംസ് ബി എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ ആയിരിക്കും. ഓക്കെ, ബൈ മൾട്ടിപ്ലൈയിങ് ദിസ് ഇനീക്വാളിറ്റി ബോത്ത് സൈഡ്സ് ബൈ മോഡുലസ് ഓഫ് എ വിച്ച് ഇസ് എ പോസിറ്റീവ് നമ്പർ. മോഡുലസ് ഏതൊരു നമ്പറിൻ്റെയും മോഡുലസ് പോസിറ്റീവ് നമ്പറാണ്. ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് ഒരു ഇനീക്വാളിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഇനീക്വാളിറ്റി അതേപോലെ തന്നെ ഹോൾഡ് ചെയ്യും. മീൻസ് ഇനീക്വാളിറ്റി മാറില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണ് വരിക. ഓക്കെ, പക്ഷേ മോഡ് എ എന്ന് പറയുന്നത് എയുടെ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് നെഗറ്റീവ് എ ആണ്. മോഡ് എക്സിൻ്റെ ഡെഫിനേഷൻ ഓർക്കുക. മോഡ് എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് നെഗറ്റീവ് എ ഇഫ് എ ഈസ് നെഗറ്റീവ്. ഇത് മോഡുലസിൻ്റെ ഡെഫിനേഷനാണ്, മോഡുലസ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷനാണ്. ഇവിടെ എ നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് തന്നെ ഈ മോഡ് എ എന്ന് പറയുന്നത് അപ്പോൾ നെഗറ്റീവ് എ ആയിരിക്കും. സോ വി ക്യാൻ റീപ്ലേസ് ദിസ് മോഡ് എ ബൈ നെഗറ്റീവ് എ. സോ നെഗറ്റീവ് എ ടൈംസ് ബി greater than or equal to this mode a is also negative a by using the definition of mode a. മോഡയുടെ ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. മോഡ് എ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറിൻ്റെ മോഡുലസ് അതേ നമ്പർ തന്നെയാണ്, നോൺ നെഗറ്റീവ് നമ്പറിൻ്റെ മോഡുലസ് അതേ നമ്പർ തന്നെയാണ്, നെഗറ്റീവ് നമ്പറിൻ്റെ മോഡുലസ് ആ നമ്പറിൻ്റെ നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയല്ലോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ഈ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നെഗറ്റീവ് എ. സോ ഇവിടെ രണ്ട് ഭാഗത്തും നെഗറ്റീവ് കൊണ്ട് നെഗറ്റീവ് എ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എ കൊണ്ട് രണ്ട് ഭാഗത്തും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം ഇതിൽ നിന്ന്. സോ ദിസ് ഗിവ്സ് എ മൈനസ് സി. ദിസ് ഇസ് എ, രണ്ട് ഭാഗത്തും എ ആഡ് ചെയ്യുന്നു. സോ എ പ്ലസ് നെഗറ്റീവ് എ ടൈംസ് ബി will be greater than or equal to 0, റൈറ്റ്? കാരണം റൈറ്റ് സൈഡിലുള്ള നെഗറ്റീവ് എ ക്ലിയർ ചെയ്യാൻ വേണ്ടി രണ്ട് ഭാഗത്തും എ കൊണ്ട് ആഡ് ചെയ്തു. അതല്ലെങ്കിൽ നെഗറ്റീവ് എ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. യു വിൽ ഗെറ്റ് ദിസ് എക്സ്പ്രഷൻ. ഓക്കെ, ദിസ് മീൻസ് എ മൈനസ് എ ബി, റൈറ്റ്? എ മൈനസ് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നോക്കൂ, ഇവിടെ എ മൈനസ് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായി, ദിസ് ഇസ് ആൻ എ മൈനസ് എ ബി ഈസ് ആൻ ഇൻറ്റിജർ ഓഫ് ദി ഫോം എ മൈനസ് എക്സ് ബി, റൈറ്റ്? ഇവിടെ എക്സിന് പകരം എ വന്നിരിക്കുന്നു. സോ ദിസ് നമ്പർ ഈസ് ഓഫ് ദി ഫോം എ മൈനസ് എക്സ് ബി ആൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദിസ് ഇംപ്ലൈസ് ദാറ്റ് എ മൈനസ് എ ബി ബിലോങ്സ് ടു എസ്. ഓക്കെ, കറസ്പോണ്ടിങ് ടു എക്സ് ഈക്വൽ ടു എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ മൈനസ് എക്സ് ബി രൂപത്തിലുള്ള നമ്പറാണ് ഇത്. അപ്പോൾ ഇത് എസ്സിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ കേസിൽ അഥവാ എ നെഗറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, എസ്സിനകത്ത് ഒരു മെമ്പറെങ്കിലും ഉണ്ട് എന്ന് കിട്ടുന്നുണ്ട്. സോ എ മൈനസ് എ ബി ബിലോങ്സ് ടു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എസ് ഈസ് നോൺ എംപ്റ്റി എന്നാണ്. ദറ്റ് മീൻസ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് എസ് ഈസ് നോൺ എംപ്റ്റി ഫോർ എവറി എ, റൈറ്റ്? എസ് ഈസ് നോൺ എംപ്റ്റി ഇൻ either cases. ഓക്കെ, രണ്ട് കേസിലും, കേസ് 1ലും കേസ് 2ലും എസ് നോൺ എംപ്റ്റി ആണ് എന്ന് കിട്ടി. നൗ എസ് ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ദ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സിന് W എന്നുള്ള സിമ്പിൾ കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ദ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്. പക്ഷേ ഹോൾ നമ്പേഴ്സിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് വെൽ ഓർഡേർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ എസ്സിന് ഒരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടാവും. ദിസ് സിംപ്ലൈസ് ദാറ്റ് എസ് ഹാസ് എ ലീസ്റ്റ് എലമെൻറ്റ് in it. Why? Because W, that is set of all whole numbers, is well ordered. That is the reason. ഈ സെറ്റ് വെൽ ഓർഡേർഡ് ആണ്. വെൽ ഓർഡേർഡ് ആയിട്ടുള്ള ഒരു സെറ്റിൻ്റെ ഏതൊരു നോൺ എംപ്റ്റി സബ്സെറ്റിനും ഒരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടാകും. ആ ലീസ്റ്റ് എലമെൻറ്റിനെ നമുക്ക് എസ്സിലുള്ള ലീസ്റ്റ് എലമെൻറ്റിനെ നമുക്ക് ആർ എന്ന് വിളിക്കാം. ലെറ്റ് ആർ ബി ദ ലീസ്റ്റ് എലമെൻറ്റ് ഇൻ എസ്. എസ്സിലെ ലീസ്റ്റ് എലമെൻറ്റ് ആർ എന്ന് നമ്മളതിനെ പേരിട്ട് വിളിച്ചു. അപ്പോൾ ആറ് എസ്സിലെ ലീസ്റ്റ് എലമെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്സിലുള്ള എലമെൻസിൻ്റെ പ്രത്യേകത, എസ്സിലുള്ള എലമെൻറ്റ്സ് നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും, അഥവാ ഒരു ഹോൾ നമ്പർ ആയിരിക്കും. ഏത് രൂപത്തിലായിരിക്കും? എ മൈനസ് എക്സ് ബി എന്നുള്ള രൂപത്തിലായിരിക്കും. സോ ആറിനെയും നമുക്ക് ആ രൂപത്തിൽ എഴുതാൻ പറ്റും.
Okay, since R is in S, since R belongs to S, we have R is greater than or equal to 0. R ഒരു നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. ആൻഡ് R is of the form R is of the form R equal to a minus xb. അപ്പോൾ a minus qb അങ്ങനെയാണ്. q എക്സിന് for some integer q okay. Equivalently we have a equal to qb plus r. okay, a equal to qb plus r. ഇനി നമുക്ക് അപ്പോൾ എക്സ്പ്രഷൻ കിട്ടിക്കണ്ടോ? ഡിവിഷൻ അൽഗോരിതം മുമ്പോട്ട് വയ്ക്കുന്ന എക്സ്പ്രഷനാണ് എ ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ ഈ ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ലെസ് ദാൻ ബി എന്നുകൂടെ പറയണം. ഇവിടെ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് കാണിക്കേണ്ടത് ആർ ഈസ് ലെസ് ദാൻ ബി എന്നാണ്. ടു ഷോ ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി. ഓക്കെ, we already have r is greater than or equal to 0. ഓക്കെ, അപ്പോൾ ഇനി എന്തുകൂടെ മതി നമുക്ക്? r ലെസ് ദാൻ ബി എന്നുകൂടെ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ r ലെസ് ദാൻ ബി അല്ലെന്ന് എടുക്കാം. നമുക്ക് മെത്തഡ് ഓഫ് കോൺട്രഡിക്ഷൻ വെച്ചൊന്ന് ആർഗ്യുമെൻറ്റ് കൊടുത്തു നോക്കാം. ഇഫ് പോസിബിൾ assume that r is greater than or equal to b. നമുക്ക് കാണിക്കേണ്ടത് r ലെസ് ദാൻ ബി എന്നാണ്. r ലെസ് ദാൻ ബി എന്നുള്ളത് തെറ്റാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടിയാൽ മതി അല്ലേ? r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ, so r greater than or equal to b, then this implies that r minus b is greater than or equal to 0 അല്ലേ? പക്ഷേ ആറിൻ്റെ എക്സ്പ്രഷൻ നമുക്കിവിടെ ഉണ്ട്. ആർ എന്ന് പറയുന്നത് എ മൈനസ് ക്യൂ ബി ആണ്. ഓക്കെ, ആ എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ മൈനസ് ക്യൂ ബി ബിക്കോസ് ആർ ഈക്വൽ ടു എ മൈനസ് ക്യൂ ബി മൈനസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് ബി ആണ്. ഓക്കെ, ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേമിൻ്റെ ബി കോമൺ ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. സോ എ മൈനസ് ക്യൂ പ്ലസ് 1 ടൈംസ് ബി എന്ന് എഴുതാം. ശരിയല്ലേ? മൈനസ് ബി കോമൺ ഫാക്ടറായിട്ട് പുറത്തിട്ടു. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. റൈറ്റ്? സി, ഈ എ മൈനസ് ക്യൂ പ്ലസ് 1 ടൈംസ് ബിയുടെ പ്രത്യേകത എന്താ? ദിസ് ഇസ് ഓഫ് ദി ഫോം എ മൈനസ് എക്സ് ബി ഫോർ എക്സ് ഈക്വൽ ടു ക്യൂ പ്ലസ് 1 ആൻഡ് ദാറ്റ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ രൂപത്തിലുള്ള നമ്പേഴ്സൊക്കെ എവിടെ ഉണ്ടാവും? അപ്പോൾ എസിനകത്തുണ്ടെന്നല്ല ആണല്ലോ. എസിൻ്റെ പ്രത്യേകത എന്താ? എസ് കണ്ടെയ്ൻസ് നമ്പേഴ്സ് ഓഫ് ദി ഫോം എ മൈനസ് എക്സ് ബി ആൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഈ രൂപത്തിലുള്ള നമ്പേഴ്സ് എല്ലാം എസിനകത്തുണ്ടാവും. അപ്പോൾ എസിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഈ നമ്പർ എവിടെ കാണാൻ പറ്റും? എ മൈനസ് ക്യൂ പ്ലസ് 1 ടൈംസ് ബി എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എസിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, ബൈ ഡെഫിനേഷൻ ഓഫ് എസ്. ഓക്കെ, പക്ഷേ എ മൈനസ് ക്യൂ പ്ലസ് 1 ടൈംസ് ബി എന്ന് പറയുന്നത് ആരാണ്? ആക്ച്വലി ആർ മൈനസ് ബി ആണ്. അപ്പോൾ നമ്മൾ കിട്ടിയത് ഈ ആർ മൈനസ് ബി എന്ന് പറയുന്ന ഈ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ എവിടെ ഉണ്ടെന്നാണ് കിട്ടിയപ്പോൾ? എസിനകത്തുണ്ടെന്നാണ് കിട്ടിയത്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ആർ മൈനസ് ബി ബിലോങ്സ് ടു എസ്. പക്ഷേ ഇത് ശരിയാവോ? ആർ മൈനസ് ബിക്ക് എസിനകത്തുണ്ടാകാൻ പറ്റുമോ? ഇല്ല. കാരണം എസിനകത്തുള്ള നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ ആളാണ് ആർ. അപ്പോൾ ആറിനേക്കാളും ചെറിയ നമ്പറിന് എസിനകത്തുണ്ടാകാൻ പറ്റില്ല. ഇത് ആറിനേക്കാളും ചെറുതാണ് ആർ മൈനസ് ബി. കാരണം ബി ഒരു പോസിറ്റീവ് നമ്പറാണ്. ഒരു നമ്പറിൽ നിന്നൊരു പോസിറ്റീവ് നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനേക്കാളും ചെറുതാവും. സോ ആർ മൈനസ് ബി എന്ന് പറയുന്ന ഈ ഇൻറ്റിജർ ബി പോസിറ്റീവ് ആയതുകൊണ്ട് ആറിനേക്കാളും ചെറുതാണ്. പക്ഷേ ആറിനേക്കാളും ചെറിയ ഒരു ഇൻറ്റിജറിന് എസിനകത്തുണ്ടാകാൻ പറ്റില്ല. because r is the least element in S. But this is not possible. This is not possible because r is the least element in S. എസിനകത്തുള്ള ഏറ്റവും ലീസ്റ്റ് എലമെൻറ്റ് r ആണ്. ആൻഡ് r minus b എന്ന് പറയുന്ന ഇൻറ്റിജർ is smaller than r. Why it is smaller than r? Because b is greater than 0. b is positive. അപ്പോൾ ഈ കോൺട്രഡിക്ഷൻ നമുക്ക് തരുന്ന കൺക്ലൂഷൻ എന്താണ്? ഈ കോൺട്രഡിക്ഷൻ എന്തുകൊണ്ടാണ് വന്നത്? ബിക്കോസ് ഓഫ് ദിസ് അസംഷൻ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. ഓക്കെ, അപ്പോൾ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ട്രൂ അല്ല.
അപ്പോൾ ഏതാണ് ശരി? ആർ ലെസ് ദാൻ ബി എന്നുള്ളതായിരിക്കും ശരി. സോ ദിസ് കോൺട്രഡിക്ഷൻ proves that R must be smaller than B. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്തു? ഇപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്തു. Thus we have proved that there exists integers q and r such that a equal to q times b plus r. Okay, a equal to q times b plus r, where this r is a non-negative integer smaller than b. Okay, അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്തു. എക്സിസ്റ്റൻസ് പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിൻ്റെ യുണീക്നെസ് പാർട്ടാണ്. യുണീക്നെസ് പാർട്ട്, പ്രൂഫ് ഓഫ് യുണീക്നെസ് പാർട്ട്. യുണീക്നെസ് പാർട്ട് പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമുക്ക് ഇവിടെ കാണിക്കേണ്ടത് ഈ ക്യൂ മാറും ഒരേ ഒരു പേരേ ഉണ്ടാവുള്ളൂ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എയും ബിയും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ക്യൂ മാറും ഒരു പേരേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ എക്കും ബിക്കും കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് അവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. അങ്ങനെയാണ് യുണീക്നെസ് പാർട്ട് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ സപ്പോസ് that this A has two representations. Say A equal to q1 times b plus r1. Okay, where 0 less than or equal to r1 less than b, and the same A equal to q2 times b plus r2, where r2 is greater than or equal to 0 and less than b. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് q1ഉം q2ഉം ഈക്വൽ ആണ്, r1ഉം r2ഉം ഈക്വൽ ആണ് എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, we need to show that q1 equal to q2 and r1 equal to r2. ഇതാണ് യുണീക്നെസ് പാർട്ട് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയാണ് യുണീക്നെസ് പാർട്ട് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരേ ഒരു പെയറാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ രണ്ട് പെയർ ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ, രണ്ടാളുകൾ ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ അവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് കിട്ടിയാൽ മതി. Okay, so we have assumed that this A has two representations, or corresponding to the pair A and B, there exists two pairs q1 r1 and q2 r2 satisfying this relation. ഇനി നമുക്ക് ഇതിൽ നിന്ന് q1 equal to q2 and r1 equal to r2 എന്ന് ഡെഡ്യൂസ് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് r1ഉം r2 ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. r1 എന്താണ് വരിക? r1 equal to a times q1b. ഓക്കെ, സോ we have r1 equal to a times q1b, right, and r2 equal to a times q2b. okay, അപ്പോൾ r1 minus r2 നമുക്ക് ഡിഫറൻസ് എന്ന് എടുത്ത് നോക്കാം. സോ സബ്ട്രാക്റ്റിംഗ്, സോ ദിസ് ഗിവ്സ് r1 minus r2, ഡിഫറൻസ് എടുക്കുക. സോ a minus a കട്ട് ചെയ്ത് പോകും. മൈനസ് q1b മൈനസ് q2b എന്ന് പറയുമ്പോൾ q2 minus q1 times b എന്ന് വരും. ഓക്കെ, ബി കോമൺ ഫാക്ടർ ആയിട്ട് ഇവിടെ വരും. അപ്പോൾ r1 മൈനസ് r2 എന്ന് പറയുന്നത് q2 മൈനസ് q1 ടൈംസ് ബി എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്ത് മോഡുലസ് എടുക്കുകയാണെങ്കിൽ മോഡ് r1 മൈനസ് r2 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഡിഫറൻസ്. മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ മോഡുലസ് എടുക്കുക. മോഡ് q2 മൈനസ് q1 ടൈംസ് ബി അല്ലേ? ഓക്കെ, പക്ഷേ മോഡുലസ് പ്രോഡക്റ്റിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ മോഡുലസുകളുടെ പ്രോഡക്റ്റാണ്. മോഡ് q2 മൈനസ് q1 ഇൻറ്റു മോഡ് ബി എന്ന് എഴുതാം. പക്ഷേ മോഡ് ബി എന്ന് പറയുന്നത് ബി തന്നെയാണ്, കാരണം ബി പോസിറ്റീവ് ഇൻറ്റിജർ ആണല്ലോ. അപ്പോൾ മോഡ് q2 മൈനസ് q1 ഇൻറ്റു ബി എന്ന് തന്നെ എഴുതാം, ബിക്കോസ് ബി ഈസ് പോസിറ്റീവ്. സോ ദാറ്റ് മോഡ് ബി
is B. Okay, that means absolute difference of R1 and R2, that is mod R1 minus R2, is modulus of Q2 minus Q1 ടൈംസ് ബി എന്ന ഒരു റിലേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ അതിന് ഒരു നമ്പർ കൊടുക്കുന്നു, 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ R1 മൈനസ് R2 എന്ന് പറയുന്ന ഈ അബ്സല്യൂട്ട് ഡിഫറൻസിനെ മറ്റൊരു എസ്റ്റിമേറ്റ് കൂടെ കൊടുക്കാം. R1ഉം R2ൻ്റെയും മറ്റൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. R1 ഷുഡ് ബി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R1 ലെസ് ദാൻ ബി ആൻഡ് R2 മസ്റ്റ് സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരിഗണിക്കാം. ഓൾസോ we have 0 less than or equal to R1 less than or equal less than B and 0 less than or equal to R2 less than B. Okay, അപ്പോൾ R1 minus R2 എന്ത് വരും? So this means 0 less than or equal to R1 less than B and നെഗറ്റീവ് R2 ഇവിടെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് R2 നെഗറ്റീവ് ബി ലെസ് ദാൻ R2 നെഗറ്റീവ് R2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഇങ്ങനെ വരും. റൈറ്റ്, നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി നേരെ തിരിയാണ് ചെയ്യുക. സി ലെറ്റ് മീ റൈറ്റ് ഇൻ ദിസ് വേ, 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നെഗറ്റീവ് R2 ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് ബി, ഇതാണ് വരുന്നത്. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ആകും. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R1 ലെസ് ദാൻ ബി ആൻഡ് മൈനസ് ബി ലെസ് ദാൻ നെഗറ്റീവ് R2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഈ ഇനീക്വാളിറ്റി രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോ ദിസ് ഗിവ്സ്, രണ്ട് ഭാഗം കൂടെ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ബി ലെസ് ദാൻ R1 മൈനസ് R2 ലെസ് ദാൻ ബി അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R1 ലെസ് ദാൻ ബി എന്ന് പറയുന്ന ഇനീക്വാളിറ്റിയും അതുപോലെ നെഗറ്റീവ് ബി ലെസ് ദാൻ നെഗറ്റീവ് R2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇനീക്വാളിറ്റിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആഡ് ചെയ്ത് നോക്കൂ. 0 പ്ലസ് നെഗറ്റീവ് ബി, ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് ബി, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഇവിടെ ലെസ് ദാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ലെസ് ദാൻ തന്നെ എടുക്കാം. ഈക്വാളിറ്റി നമുക്ക് തൽക്കാലം കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, R1 പ്ലസ് നെഗറ്റീവ് R2 R1 മൈനസ് R2, കാരണം രണ്ടിനും കൂടി കോമൺ ആയിട്ടുള്ള റീജിയൻ വേണം നമുക്ക് എടുക്കാൻ. ഇവിടെ ഈക്വാളിറ്റി ഉണ്ട്, പക്ഷേ ഇവിടെ ഇക്വാളിറ്റി ഇല്ല. അപ്പോൾ ലെസ് ദാൻ ഉള്ള ഇനീക്വാളിറ്റി മാത്രം എഴുതിയാൽ മതി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതണ്ട ആഡ് ചെയ്യുമ്പോൾ. ഇവിടെ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ ബി പ്ലസ് 0 എന്ന് പറയുമ്പോൾ ബി. സോ R1 മൈനസ് R2 ലൈസ് ഇൻ ബിറ്റ്വീൻ നെഗറ്റീവ് ബി ആൻഡ് പോസിറ്റീവ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം R1 മൈനസ് R2ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ഈസ് ലെസ് ദാൻ ബി എന്നതാണ്. ഓക്കെ, മോഡുലസ്, പ്ലീസ് നോട്ട് ദിസ്, മോഡ് എക്സ് ലെസ് ദാൻ എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ നെഗറ്റീവ് എ ആൻഡ് പോസിറ്റീവ് എ. ഓക്കെ, നെഗറ്റീവ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ, ഇതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നെഗറ്റീവ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മോഡുലസ് സിമ്പിൾ ഇട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, മോഡ് എക്സ് ലെസ് ദാൻ എ. ഓക്കെ, ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ് ഇത്. അപ്പോൾ ഇവിടെ R1 മൈനസ് R2 എന്ന് പറയുന്ന ഈ ഡിഫറൻസ് നമ്പർ ലൈസ് ഇൻ ബിറ്റ്വീൻ നെഗറ്റീവ് ബി ആൻഡ് പോസിറ്റീവ് ബി. ദാറ്റ് മീൻസ് അബ്സല്യൂട്ട് ഡിഫറൻസ് ഓഫ് R1 ആൻഡ് R2, ദാറ്റ് ഈസ് മോഡ് R1 മൈനസ് R2 ഈസ് ലെസ് ദാൻ ബി. ഇത് രണ്ടാമത്തെ ഇനീക്വാളിറ്റി ആയിട്ട് അവിടെ കിടക്കട്ടെ. ഇനി ഒന്നാമത്തെ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ഒരു റിലേഷൻ, രണ്ടാമത്തെ റിലേഷനും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം. ഒന്നാമത്തെ റിലേഷൻ പറയുന്നത് എന്താ? മോഡ് R1 മൈനസ് R2 ഈക്വൽ ടു മോഡ് Q2 മൈനസ് Q1 ടൈംസ് ബി എന്നാണ്. രണ്ടാമത്തെ റിലേഷൻ പറയുന്നത് എന്താണ്? ഈ മോഡ് R1 മൈനസ് R2 ഷുഡ് ബി ലെസ് ദാൻ ബി. അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നൗ കമ്പയറിങ് 1 and 2 എന്താ കിട്ടുക? സി, ആദ്യത്തെ ഇക്വാളിറ്റി എന്താണ്? ഫസ്റ്റ് വൺ ഈസ് ആൻ ഇക്വാളിറ്റി, മോഡ് R1 മൈനസ് R2. ഇറ്റ് സേസ് ദാറ്റ് മോഡ് R1 മൈനസ് R2 ഈസ് മോഡ് Q2 മൈനസ് Q1 ടൈംസ് ബി അല്ലേ? നമുക്കത് ഇവിടെ എടുത്ത് എഴുതാം. മോഡ് R1 മൈനസ് R2 ലെസ് ദാൻ മോഡ് Q1 മൈനസ് Q2 ടൈംസ് ബി എന്നുള്ളതാണ് ആദ്യത്തെ ഇക്വേഷൻ പറയുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ ലെസ് ദാൻ അല്ല, സോറി, ഈക്വൽ ടു ആണ് ആദ്യത്തേത്. ഓക്കെ, ദാറ്റ് മീൻസ് മോഡ് R1 മൈനസ് R2 ഈക്വൽ ടു മോഡ് Q1 മൈനസ് Q2 ടൈംസ് ബി എന്നാണ് പറയുന്നത്. ഇതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് മോഡ് R1 മൈനസ് R2 ലെസ് ദാൻ ബി. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? സോ വി ഗെറ്റ്
മോഡ് ആർ വൺ ലെഫ്റ്റ് സൈഡിലുള്ള ഈ മോഡ് ആർ വൺ മൈനസ് ആർ ടുവിനെ നമുക്ക് ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാം. വി ഗെറ്റ് മോഡ് ക്യൂ വൺ മൈനസ് ക്യൂ ടു ടൈംസ് ബി. ഓക്കെ, ഇവിടെയുള്ള രണ്ടാമത്തെ ഇനീക്വാളിറ്റിയിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ആ മോഡ് ആർ വൺ മൈനസ് ആർ ടുവിനെ ആദ്യത്തെ ഇക്വേഷനിലുള്ള റെപ്രസെൻറ്റേഷൻ വെച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, മോഡ് ക്യൂ വൺ മൈനസ് ക്യൂ ടു ടൈംസ് ബി ലെസ് ദാൻ ബി. ഇനി ഇവിടെ ഈ രണ്ട് ഭാഗത്തും ബി ക്യാൻസൽ ചെയ്യുക, ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ബി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് രണ്ട് ഭാഗം മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഡിവൈഡിങ് ബൈ ബി വി ഗെറ്റ്, ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ത് വരും, മോഡ് ക്യൂ വൺ മൈനസ് ക്യൂ ടു ലെസ് ദാൻ റൈറ്റ് സൈഡ് 1 എന്ന് വരും. ഓക്കെ, മോഡ് ക്യൂ വൺ മൈനസ് ക്യൂ ടു ഈസ് ലെസ് ദാൻ 1. പക്ഷേ ഈ മോഡ് ക്യൂ വൺ മൈനസ് ക്യൂ ടു ലെസ് ദാൻ 1ൽ നിന്ന് നമുക്ക് എന്ത് ഇൻഫർമേഷനാണ് കിട്ടുക? സി, എന്താണ് ഈ ക്യൂ വൺ മൈനസ് ക്യൂ ടു എന്ന് പറയുന്നത്? ക്യൂ വൺ മൈനസ് ക്യൂ ടു എന്ന് പറയുന്നത്, ക്യൂ വൺ ഒരു ഇൻറ്റിജറാണ്, ക്യൂ ടു ഇൻറ്റിജറാണ്. സോ ക്യൂ വൺ മൈനസ് ക്യൂ ടു ഇസ് ദ ഡിഫറൻസ് ഓഫ് ടു ഇൻറ്റിജേഴ്സ്. അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ അതൊരു നോൺ നെഗറ്റീവ് ഇൻറ്റിജറാണ്. ഒരു നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ലെസ് ദാൻ 1, ഒരു നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര് തന്നെ ആവണം? 0 തന്നെ ആകണം. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദിസ് ക്യൂ വൺ മൈനസ് ക്യൂ ടു must be equal to 0, right? Mod q1 minus q2 must be equal to 0. കാരണം ഈ ഇനീക്വാളിറ്റി പറയുന്നത് mod q1 minus q2 is a non-negative integer smaller than 1. Now, which is the non-negative integer smaller than 1? That is only 0. 0 ആണ്. Okay. So because mod q1 minus q2 is a non-negative integer, നോൺ നെഗറ്റീവ് ഇൻറ്റിജർ, ഓഫ് കോഴ്സ് ഒരു ഇൻറ്റിജർ ആണ്, നോൺ നെഗറ്റീവ് ആണ്. എന്തുകൊണ്ട് നോൺ നെഗറ്റീവ്? മോഡുലസ്. ആൻഡ് ഈസ് ലെസ് ദാൻ 1, ഈ കണ്ടീഷൻ പറയുന്നത് ലെസ് ദാൻ 1 എന്നാണ്. സോ ഇറ്റ് മസ്റ്റ് ബി 0. അത് 0 ആയേ പറ്റൂ, ആ ഇൻറ്റിജർ 0 ആയേ പറ്റൂ. ഇനി ആരുടെ മോഡുലസ് ആണ് 0 വരുന്നത്? മോഡ് ക്യൂ വൺ മൈനസ് ക്യൂ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് 0 ആവുന്ന ഒരേ ഒരു നമ്പറേ ഉള്ളൂ, അത് 0 മാത്രമാണ്. സോ ദിസ് മീൻസ് ദാറ്റ് മോഡുലസിൻ്റെ ഉള്ളിലുള്ള ആ നമ്പർ 0 ആയിരിക്കണം. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ക്യൂ വൺ മൈനസ് ക്യൂ ടു എന്ന് പറയുന്നത് 0 ആയേ പറ്റൂ. ഓക്കെ, ബിക്കോസ് യൂസിങ് ദ ഫാക്ട് ദാറ്റ് മോഡ് എക്സ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, മോഡുലസ് 0 വരുന്നത് 0 എന്ന് പറയുന്ന റിയൽ നമ്പറിന് മാത്രമാണ്. 0യുടെ മോഡുലസ് 0 ആണ്. ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ മോഡുലസ് 0 ആണെങ്കിൽ ആ നമ്പർ 0 ആയേ പറ്റൂ. അപ്പോൾ മോഡ് ക്യൂ വൺ മൈനസ് ക്യൂ ടു 0 ആണെങ്കിൽ ക്യൂ വൺ മൈനസ് ക്യൂ ടു 0 ആയേ പറ്റൂ. ക്യൂ വൺ മൈനസ് ക്യൂ ടു 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്യൂ വണ്ണും ക്യൂ ടും ഈക്വൽ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ക്യൂ വണ്ണും ക്യൂ ടും ഈക്വൽ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആർ വണ്ണും ആർ ടും ഈക്വലായി. നൗ ക്യൂ വൺ ഈക്വൽ ടു ക്യൂ ടു ഇംപ്ലൈസ് R1 equal to R2. Why? Because R1 expression എന്താണ്? R1 equal to A minus, see the expression for R1 and R2. R1 is A minus Q1B. R2 is A minus Q2B. ഇവിടെ Q1 ഉം Q2 സെയിം ആകുമ്പോൾ R1 എന്തായിട്ട് മാറും? R2നോട് ഈക്വൽ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ Q1 ഉം Q2 ഈക്വൽ ആയാൽ ഓട്ടോമാറ്റിക്കലി R1 ഉം R2 ഈക്വൽ ആവും. ബിക്കോസ് R1 ഈസ് A minus Q1B and R2 is A minus Q2B. ഇപ്പോൾ ഇവിടെ Q1 ഉം Q2 സെയിം ആകുമ്പോൾ ഇവ രണ്ടുപേരും സെയിം ആവും. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ഇപ്പോൾ യുണീക്ക്നെസ് പ്രൂവ് ചെയ്തു. ദിസ് വി ഹാവ് ഷോൺ, ദിസ് വി ഹാവ് proved the uniqueness part, also. Hence the theorem is proved. ഓക്കെ, അപ്പോൾ ഡിവിഷൻ അൽഗോരിതം ഒരു എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറമാണ്. അതിൻ്റെ എക്സിസ്റ്റൻസ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു, യുണീക്ക്നെസ് പാർട്ടും പ്രൂവ് ചെയ്തു. ഡിവിഷൻ അൽഗോരിതം എന്നുള്ള പേര് കേട്ട്, അൽഗോരിതം എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്നൊക്കെയാണ് മീനിങ്. പക്ഷേ ഡിവിഷൻ അൽഗോരിതം നമുക്ക് ഡിവിഷന് വേണ്ടിയുള്ള ഒരു അൽഗോരിതം ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. മറിച്ച് അത് എന്താണ്? ഒരു എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറമാണ്. സോ ദിസ് ഇസ് ദ പ്രൂഫ്. അപ്പോൾ ആദ്യം എക്സിസ്റ്റൻസ് പാർട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, ശേഷം യുണീക്ക്നെസ് പാർട്ടും എസ്റ്റാബ്ലിഷ് ചെയ്തു. ഡിവിഷൻ അൽഗോരിതം പറയുന്നത്
ഏതൊരു പെയർ ഓഫ് ഇൻറ്റിജേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടും അനദർ പെയർ ഓഫ് യുണീക്ക് പെയർ ഓഫ് ഇൻറ്റിജേഴ്സും ഉണ്ടാകും. They are respectively called quotient and remainder, satisfying this relation a equal to qb plus r, where 0 less than or equal to r less than b. ഓക്കെ, ഇനി ഇവിടെ എക്സസൈസ് പ്രോബ്ലം ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് ഞാനിവിടെ സപ്ലൈ ചെയ്യാം. യു ഹാവ് ടു ട്രൈ ഇറ്റ്. So look at the problems. Prove the following statements. The sum of any two even integers is even. The sum of any two odd integers is even. The product of any two even integers is even. The product of any two odd integers is odd. The product of an even integer and an odd integer is even. If the square of an integer is odd, then the integer is odd. ഇതിലെല്ലാം ഈവൻ ഓഡ് എന്നുള്ള ഇൻറ്റിജേഴ്സിൻ്റെ ക്യാരക്ടറൈസേഷൻ വെച്ചുകൊണ്ടാണ് ഈ പ്രോബ്ലം എല്ലാം ചെയ്യേണ്ടത്. ഓക്കെ, സം ഓഫ് എനി ടു ഈവൺ ഇൻറ്റിജേഴ്സ്. അപ്പോൾ രണ്ട് ഈവൺ ഇൻറ്റിജേഴ്സ് എടുക്കുക. ഈവൺ ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ 2 ടൈംസ് കെ, 2k രൂപത്തിലായിരിക്കും. അപ്പോൾ 2k1 ഒരു ഇൻറ്റിജർ, 2k2 രണ്ടാമത്തെ ഇൻറ്റിജർ എടുക്കുക. എന്നിട്ട് ഇത് സം ചെയ്യുക. സം ചെയ്യുമ്പോഴും നമുക്ക് 2 ടൈംസ് ഒരു ഇൻറ്റിജർ എന്നുള്ള രൂപത്തിൽ കിട്ടും അല്ലേ, 2 ടൈംസ് k1 പ്ലസ് k2. ഓക്കെ, അപ്പോൾ എന്തായി, ഈ റിസൾട്ടും ഈവൺ ഇൻറ്റിജറായിട്ട് കാണാൻ പറ്റും. ഇതുപോലെയാണ് ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടത്. സം ഓഫ് എനി ടു ഓഡ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ രണ്ട് ഓഡ് ഇൻറ്റിജേഴ്സ് എടുക്കുക. ഓഡ് ഇൻറ്റിജേഴ്സ് ഓഫ് ദി ഫോം 2k+1 ആണ്. അപ്പോൾ ഒരെണ്ണത്തിന് 2k1+1 എന്നും രണ്ടാമത്തേന് 2k2+1 എന്നും എടുക്കുക. രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കുക. യു വിൽ സീ ദാറ്റ് ഈസ് ആൻ ഈവൺ ഇൻറ്റിജർ. ദാറ്റ് ഈസ് ഓഫ് ദി ഫോം 2 ടൈംസ് k. ദ പ്രോഡക്റ്റ് ഓഫ് എനി ടു ഈവൺ ഇൻറ്റിജേഴ്സ് ഈസ് ഈവൺ. ഈവൺ ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് വീണ്ടും ഈവൺ തന്നെ ആയിരിക്കും. അപ്പോൾ 2k രൂപത്തിലുള്ള രണ്ട് നമ്പേഴ്സ് എടുത്ത് പ്രോഡക്റ്റ് എടുത്ത് നോക്കുക. അത് വീണ്ടും 2k രൂപത്തിലായിരിക്കും. പ്രോഡക്റ്റ് ഓഫ് എനി ടു ഓഡ് ഇൻറ്റിജേഴ്സ് ഈസ് ഓഡ്. അപ്പോൾ ഓഡ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ 2k+1 രൂപത്തിലുള്ള രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്ത് പ്രോഡക്റ്റ് ചെയ്യുക. അത് 2k+1 എന്നുള്ള രൂപത്തിൽ തന്നെ ആയിട്ട് നമുക്ക് കിട്ടും. ദ പ്രോഡക്റ്റ് ഓഫ് ആൻ ഈവൺ ഇൻറ്റിജർ ആൻഡ് ആൻ ഓഡ് ഇൻറ്റിജർ ഈസ് ഈവൺ. അപ്പോൾ ഒരു ഈവൺ ഇൻറ്റിജർ 2k രൂപത്തിലുള്ള ഒരു ഇൻറ്റിജർ, 2k+1 രൂപത്തിലുള്ള മറ്റൊരു ഇൻറ്റിജർ, അതിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് നോക്കുക. യു വിൽ സീ ദാറ്റ് ഈസ് ഓഫ് ദി ഫോം 2k. അടുത്തത്, ഇഫ് ദ സ്ക്വയർ ഓഫ് ആൻ ഇൻറ്റിജർ ഈസ് ഓഡ് ദെൻ ദ ഇൻറ്റിജർ ഈസ് ഓഡ്. ഒരു ഇൻറ്റിജറിൻ്റെ സ്ക്വയർ ഓഡാണെങ്കിൽ ആ ഇൻറ്റിജറും ഓഡ് തന്നെ ആയിരിക്കണം. ഇത് നമ്മൾ സ്ക്വയർ ഈവൺ ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഈവൺ ആണെന്നുള്ളത് നമ്മൾ ലൈവ് സെഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. നെക്സ്റ്റ് പ്രോബ്ലം, ഷോ ദാറ്റ് ദ ക്യൂബ് ഓഫ് എനി ഇൻറ്റിജർ ദിസ് നോട്ട് ഇൻറ്റിജർ ക്യൂബ് ഓഫ് എനി ഇൻറ്റിജർ ഈസ് ഓഫ് ദി ഫോം 7k or 7k plus or minus 1. ഏതൊരു ഇൻറ്റിജറിൻ്റെയും ക്യൂബ് 7k അല്ലെങ്കിൽ 7k plus or minus 1 ഉള്ള രൂപത്തിലായിരിക്കും എന്ന് കാണിക്കുക. അപ്പോൾ ഡിവിഷൻ അൽഗോരിതം വെച്ചുകൊണ്ട് ഇൻറ്റിജേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുക. 7 എന്നുള്ള നമ്പർ വെച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുക. യു വിൽ ഗെറ്റ് 7 ഓപ്ഷൻസ്. അതിനെല്ലാം ക്യൂബ് ചെയ്ത് നോക്കുക. അതിനെ ക്യൂബ് ചെയ്ത് നോക്കുമ്പോൾ 7k അല്ലെങ്കിൽ 7k plus or minus 1 ഉള്ള രൂപത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഷോ ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് എനി ടു കൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് ഈസ് ഈവൺ. രണ്ട് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് എല്ലായ്പ്പോഴും ഈവൺ ആയിരിക്കും. അതായത് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റിജർ k എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ഇൻറ്റിജർ എന്ന് പറയുന്നത് k+1 ആണ്. സോ k × k+1, ഈ പ്രോഡക്റ്റ് എല്ലായ്പ്പോഴും ഈവൺ ആണ് എന്നാണ് കാണിക്കേണ്ടത്. അതിൽ നമുക്ക് പറയാവുന്നത് ഇൻറ്റിജേഴ്സിൻ്റെ പ്രത്യേകത, k ഒരു ഇൻറ്റിജർ ആണെങ്കിൽ k+1 എന്ന് പറയുന്ന തൊട്ടടുത്ത ഇൻറ്റിജർ, അത് k ഓഡാണെങ്കിൽ k+1 ഈവൺ ആയിരിക്കും, k ഈവൺ ആണെങ്കിൽ k+1 ഓഡായിരിക്കും. അപ്പോൾ k+1 ഒരുമിച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് kയും k+1 ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരാൾ ഉറപ്പായിട്ടും ഈവൺ നമ്പർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രോഡക്റ്റിൽ ഈവൺ നമ്പർ വിട്ട് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിലെ കമ്പോണൻറ്റിൽ ഏതെങ്കിലും ഒരാൾ ഈവൺ ആണെങ്കിൽ ആ പ്രോഡക്റ്റും ഈവൺ ആയിട്ട് മാറും. ഓക്കെ, അതാണ് അവിടെ ആർഗ്യുമെൻറ്റ് കൊടുക്കേണ്ടത്. ഷോ ദാറ്റ് ഇഫ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഇൻറ്റിജേഴ്സ് ഈസ് ഓഡ് ദെൻ ബോത്ത് മസ്റ്റ് ബി ഓഡ്. ഓക്കെ, രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഓഡാണെങ്കിൽ കമ്പോണൻ്റ് ഇൻറ്റിജേഴ്സും ഓഡ് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യുക? ഇത് പ്രൂവ് ചെയ്യാൻ ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ ഫിഫ്ത്ത് വൺ, ഷോ ദാറ്റ് ഇഫ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഇൻറ്റിജേഴ്സ് ഈസ് ഈവൺ ദെൻ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം മസ്റ്റ് ബി ഈവൺ. പ്രോഡക്റ്റ് ഈവൺ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണൻ്റെങ്കിലും ഈവൺ ആയിരിക്കും. ഇതും കോൺട്രാപോസിറ്റീവ് വെച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺട്രാപോസിറ്റീവ് എഴുതി നോക്കുക. ആ കോൺട്രാപോസിറ്റീവ് ട്രൂ ആണെന്ന് കാണിച്ചാൽ മതിയാകും. Prove that the square of an integer is square of any integer is either of the form 3k or 3k+1. ഏതൊരു ഇൻറ്റിജറിൻ്റെയും സ്ക്വയർ ഒന്നുകിൽ 3k എന്നുള്ള രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ 3k+1 എന്നുള്ള രൂപത്തിലായിരിക്കും. അപ്പോൾ ഏതൊരു ഇൻറ്റിജറിൻ്റെയും സ്ക്വയർ എടുത്ത് നോക്കുക. അപ്പോൾ ഇൻറ്റിജറിനെ ക്ലാസിഫൈ ചെയ്യുക, 3 എന്ന് പറയുന്ന നമ്പർ വെച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുക, ഡിവിഷൻ അൽഗോരിതം വെച്ചുകൊണ്ട്. 3k, 3k+1, 3k+2 മൂന്ന് ടൈപ്പിലുള്ള ഇൻറ്റിജേഴ്സായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും.
ഓരോ കാറ്റഗറിയിൽ വരുന്ന ഇൻറ്റിജേഴ്സിൻ്റെയും സ്ക്വയർ ചെയ്യുക, അതായത് 3k സ്ക്വയർ ചെയ്യുക, 3k+1 സ്ക്വയർ ചെയ്യുക, 3k+2 സ്ക്വയർ ചെയ്യുക. അങ്ങനെ എല്ലാ ഇൻറ്റിജേഴ്സിനെയും നമുക്ക് സ്ക്വയർ ചെയ്യാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് സ്ക്വയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ രണ്ട് രൂപത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് അത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഫൈനലി പ്രൂവ് ദാറ്റ് n³ - n ഈസ് ആൻ ഇൻറ്റിജർ ഫോർ എവറി ഇൻറ്റിജർ n. ഏതൊരു ഇൻറ്റിജർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ക്യൂബിൽ നിന്ന് ആ ഇൻറ്റിജർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു ഈവൺ ഇൻറ്റിജർ ആയിരിക്കും. ഇപ്പോൾ n-ന് 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ 1³ - 1 അത് 0 ആയി. 0 ഈവൺ ഇൻറ്റിജർ ആണ്. n-ന് 0 കൊടുത്താലും 0 ആണ്, 0 ഇൻറ്റിജർ ആണ്. n-ന് 2 കൊടുത്താലോ 2³ 8 ആണ്, 8 - 2 എന്ന് പറയുന്നത് 6 ആണ്, അത് ഈവൺ ആണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഏത് ഇൻറ്റിജർ കൊടുത്തു കഴിഞ്ഞാലും അത് ഈവൺ തന്നെ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് അത് ജനറലി പ്രൂവ് ചെയ്യണം. ദിസ് ഇസ് ട്രൂ ഫോർ എവറി ഇൻറ്റിജർ. ഓക്കെ, അപ്പോൾ ഏതൊരു ഇൻറ്റിജറിനെ നമുക്ക് ഈവൺ ഓഡ് എന്നുള്ള രീതിയിൽ കേസായിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. അപ്പോൾ രണ്ട് കേസ് ഇവിടെ എടുക്കുക. n ഈവൺ ആണ് എന്ന് അസ്യൂം ചെയ്താൽ n³ - n ഈവൺ തന്നെ ആയിരിക്കും എന്ന് കാണിക്കുക. n ഓഡാവുന്ന കേസിലും n³ - n ഈവൺ ആണ് എന്ന് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ലാസ്റ്റ് വൺ നമുക്ക് കേസായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഷോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.